ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് മോൻ്റെ സ്കൂളിലെ അംഗൻവാടി പ്രോഗ്രാമായിരുന്നു കേട്ടോ. ഇവിടുത്തെ ഏകദേശം ഒരു 30ഓളം അംഗൻവാടികളിലെ കുട്ടികളെ വെച്ചിട്ടായിരുന്നുള്ള പ്രോഗ്രാമായിരുന്നു. ഏകദേശം 5ഉം 6ഉം 7ഉം കുട്ടികളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഏകദേശം 150 കുട്ടികളെക്കാൾ മേലെ ഉണ്ടായിരുന്ന കുട്ടികൾ, അവരുടെ ടീച്ചേഴ്സും പാരൻസും കുട്ടികളും ഒക്കെ ആയിട്ട് അവർക്ക് വലിയൊരു എക്സ്പോഷറായിരുന്നു അത് കേട്ടോ. ആക്ച്വലി ഭയങ്കര രസമുള്ള കാര്യമായിരുന്നു കേട്ടോ. ആദ്യം കുറച്ച് കസേരകളികളൊക്കെ ആയിരുന്നു. കുറേ കുട്ടികൾ, ഏകദേശം ഞാൻ പറഞ്ഞത് 30 അംഗൻവാടികളുള്ളത് കൊണ്ട് നമ്മുടെ ഏകദേശം ഒരു 18-19 കണ്ടാണ് നമ്മുടെ നമ്പർ വരിക. അങ്ങനെയായിരുന്നു, ഒരു രസമായിരുന്നു അത്. അതിനുശേഷം തവളച്ചാട്ടം ഉണ്ടായിരുന്നു കേട്ടോ. കുഞ്ഞനാണെങ്കിൽ ക്യാമറ വരെ വരുന്നിടം വരെ നോക്കിയിരിക്കും, റെഡി 1 2 3 സ്റ്റാർട്ട് വരെ. അങ്ങനെയാണ്. ഫാൻസി ഡ്രസ് കോമ്പറ്റീഷന് ചാച്ചാജിയായിട്ടായിരുന്നു ഇറങ്ങാൻ കേട്ടോ. വളരെ നല്ല രസമായിരുന്നു. ഫസ്റ്റ് ടൈം ആണെങ്കിൽ ജുബയൊക്കെ ഇടാൻ കുറച്ച് മടിയൊക്കെ ആയിരുന്നു. ടീച്ചറും കൂടെ ഒക്കെ വന്ന് എല്ലാം ഹെൽപ്പ് ചെയ്ത് തന്നു. ആ ചാച്ചാജിയുടെ തുപ്പിയുണ്ടല്ലോ, ഞാനാണെങ്കിൽ നമ്മുടെ മറ്റേ പേപ്പർ ഉണ്ടല്ലോ, ആ പേപ്പർ വെച്ചിട്ടാണ്, ചാർട്ട് പേപ്പർ വെച്ചിട്ട് ഞാൻ തന്നെ റെഡിയാക്കിയാണ് കേട്ടോ. ആദ്യമൊന്നും അറിയില്ലായിരുന്നു, അതൊക്കെ നമ്മളിങ്ങനെ നോക്കിയെടുത്ത് ഇങ്ങനെ പഠിച്ചൊക്കെയാണ് അങ്ങനെ ചെയ്ത് വെച്ചു. അങ്ങനെ ഒറിജിനാലിറ്റി കിട്ടട്ടെന്ന് വെച്ചിട്ടാണ് നമ്മൾ ഒറിജിനൽ റോസപ്പൂവൊക്കെ വെച്ചത്. പക്ഷേ 4 മണിയായപ്പോഴത്തേക്കും അതെല്ലാം വാടിക്കരിഞ്ഞു പോയി. പക്ഷേ എന്നാലും കൊടുത്തൊരു പ്ലാസ്റ്റിക് ഫ്ലവറായിരുന്നു നല്ലതെന്ന്. പിന്നെ മോൻ്റെ കൂടെ തന്നെ അംഗൻവാടി പഠിക്കുന്ന കുട്ടിയാണ് കേട്ടോ. അപ്പോൾ മോള് ശകുന്തളയായിട്ടായിരുന്നു പഠിക്കുന്നത്. നല്ല രസമായിരുന്നു കേട്ടോ. ഇവർ 2 പേരായിരുന്നു ഫാൻസി ഡ്രസ് കോമ്പറ്റീഷന് ഇവരുടെ അംഗൻവാടിയിലുണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം എല്ലാ കുട്ടികളെയും കൂടെ നിരത്തി നിർത്തി ഫോട്ടോ സെക്ഷനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ അവർക്ക് വലിയൊരു എക്സ്പോഷറൊക്കെ ആയിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നല്ലതായിരുന്നു. ലാസ്റ്റിൽ 2 ട്രോഫിയൊക്കെ കൊടുത്തിട്ടുണ്ട്. കുട്ടികളല്ലേ, അവർക്കൊരു പ്രോത്സാഹന സമ്മാനം എന്നോണം അവർക്ക് എല്ലാവർക്കും വന്ന കുട്ടികൾക്ക് എല്ലാവർക്കും ട്രോഫി ഉണ്ടായിരുന്നു കേട്ടോ. അത് നല്ലൊരു കാര്യമാണ്, രസമായിരുന്നു കേട്ടോ. അവരുടെ ഒരു ഫസ്റ്റ് സ്റ്റേജായിരുന്നു എൻ്റെ മകൻ്റെ. ചാച്ചാജിയായിട്ടായിരുന്നു അവൻ്റെ ഫസ്റ്റ് സ്റ്റേജ്. എന്തായാലും ഈശ്വരൻ അവൻ എല്ലാവിധ അനുഗ്രഹങ്ങളും കൊടുക്കട്ടെ. നല്ലൊരു മകനായിട്ട് വളർന്നു വരട്ടെ. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന അനുഗ്രഹവും ഞങ്ങൾക്കുണ്ടാവണം, ഞങ്ങളുടെ മകനുണ്ടാവണം, റിഹാൻ ബേബിക്കുണ്ടാവണം. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച്. ഇനിയും പിന്നെ ഞാൻ എടുത്തത് കുറേ ക്ലിപ്പിങ്സാണ്, കുറേ ഫോട്ടോസാണ്, വീഡിയോസ് അല്ലാതെ. ലാസ്റ്റ് നമുക്ക് കണ്ടുകൊണ്ടിരിക്കും കുറച്ച് രസമുണ്ടായിരിക്കുമല്ലോ. അങ്ങനെ കുറച്ച് വീഡിയോസ് ഞാൻ എടുത്തിട്ടുണ്ട് ഇതിനകത്തിൽ. രസമുണ്ടായിരുന്നു. ലാസ്റ്റിലാണെങ്കിൽ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വെളിയിൽ ഇറങ്ങിയപ്പോൾ ചാച്ചാജിക്ക് ദാഹിക്കുന്നെന്ന് പറഞ്ഞിട്ട് ജ്യൂസ് മേടിച്ച് കൊടുത്തു. രണ്ട് ഓപ്പോസിറ്റ് നമ്മുടെ ട്രെയിൻ പോകുന്നതൊക്കെ കാണാം അതിനകത്തൂടെ കേട്ടോ. അങ്ങനെയൊക്കെ ഏതായാലും നല്ലൊരു ദിവസമായിട്ട്, നല്ലൊരു ഡേ ആയിട്ടത് വൈൻഡപ്പ് ചെയ്തു. വളരെ നല്ലൊരു പ്രോഗ്രാമായിരുന്നു കേട്ടോ. എല്ലാവർക്കും നന്ദി, നമസ്കാരം.